ലോക പരിസ്ഥിതി ദിനത്തിൽ ഫലവൃക്ഷ തൈകൾ കൈമാറി. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ കേരള കാർഷിക നഴ്സറി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള കാർഷിക നഴ്സറിയുണ്ട് നമ്മുടെ ജില്ലയിൽ. ഇപ്പോൾ രണ്ടാമത്തെ നഴ്സറിയോ ഒന്ന് നമുക്കുള്ളത് കോടംവേളൂർ യൂണിറ്റിലാണ്. അവർ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. നമുക്ക് പാണത്തൂർ ഹൈവേയുടെ സൈഡിലായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെയാണ്. കണ്ണൂർ ജില്ലയിൽ നമുക്ക് ശ്രീകണ്ഠപുരത്തും മാതാമംഗലത്തും ഇതേപോലെ കാർഷിക നഴ്സറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് കാർഷിക നഴ്സറികൾ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ വലിയ നഴ്സറികൾ നമ്മുടെ യൂണിറ്റിന് കീഴിലുണ്ട്, ഇടുക്കി ജില്ലയിലൊക്കെ. അപ്പോൾ ഇത് ചിറ്റരിക്കൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഓസ്റ്റിനും അതുപോലെ തന്നെ സോണിയും കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഓരോ ദിവസവും പടന്ന് പന്തലിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയുകയുണ്ടായി, ഒരു തുടക്കത്തിൽ 5 സെൻറ്റ് സ്ഥലത്ത് തുടങ്ങുന്ന ഒരു നഴ്സറി ഒരു കൊല്ലം കൊണ്ട് അത് ഒരേക്കറായിട്ട് മാറുന്നതായിട്ട് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളൂ. അത് ഓരോ ദിവസം ഇത് വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ യൂണിറ്റുകളൊക്കെ തുടങ്ങിയെടുത്ത് അതിനനുസരിച്ച് വളർച്ചയുണ്ട്. നമ്മുടെ നഴ്സറിക്കുള്ള പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള തൈകൾ കൊടുക്കുകയും ക്വാളിറ്റിയുള്ള വിത്തുകൾ കൊടുക്കുകയും അതിലൂടെ കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ അതിൻ്റെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കാർഷിക നഴ്സറികൾ തുടങ്ങിയിട്ടുള്ളൂ. ലാഭം മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ സംരംഭവും ഈ കേരള കാർഷിക നഴ്സറിയും നല്ല ഭംഗിയായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. കഴിവും പ്രകടനവുമായ 2 വ്യക്തിത്വങ്ങളാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് സപ്പോർട്ടഡായിട്ട് നമുക്ക് അതിന് പറ്റിയ മാനേജരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെബാസ്റ്റ്യൻ കോട്ടയിൽ അധ്യക്ഷനായി. റെനി മംഗലത്തിൽ, ഓസ്റ്റിൻ ചെറുപുഴ, കെ തോമസ് കാവുങ്കൽ, സെബാസ്റ്റ്യൻ തയ്യൽ, മാമച്ചൻ കായമാക്കൽ, മാത്യു പെരിങ്ങല്ലൂർ, സോണി പൊടിമറ്റം, സെബാസ്റ്റ്യൻ അഞ്ചനാട്ട്, ബിനു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.